എന്ന് പറഞ്ഞത് പൊയ്കയിൽ അപ്പച്ചൻ എന്ന ക്രാന്ത ചരിത്രം ഇഴകീറി പരിശോധിക്കുമ്പോൾ ഗവർണർ മാറ്റി നിർത്തിയ കീഴാള ജനതയുടെ ചരിത്രം എവിടെയും കാണാനില്ലെന്ന് വിലപിക്കുകയാണ് കവി. കീഴാള ജനതയുടെ പോരാട്ടത്തെക്കുറിച്ച് കാട്ടിയ നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളി. ആ ചരിത്രത്തിലേക്ക് പടർന്നു കയറിയ കൊടുങ്കാറ്റാണ് അയ്യൻകാളി യജമാനൻ. ഗാന്ധിജിയുടെ വാക്കുകളിൽ പുലയ രാജാവ്. പൊതുവഴിയിൽ പ്രവേശന ജനതയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തി. അധസ്ഥിത വിദ്യാർത്ഥികൾ പഠിക്കാതിരിക്കാനായി പള്ളിക്കൂടങ്ങൾ തീയിട്ട മാടമ്പികളെ അയ്യങ്കാളി ചട്ടം പഠിപ്പിച്ചത് പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ലെന്നും ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠമൊക്കെ മുട്ടിപ്പുല്ല് കിളിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ സാർവത്രിക കാലം പാഠമാകെ പണിമുടക്കി പുത്തനാമിതിഹാസം എഴുതിയതാരുടെ വരവോ. വണ്ടിയിലേറി വന്നതാരുടെ വരവോ. ആഭരണം അണിയാനും അന്തസ്സോടെ വസ്ത്രം ധരിക്കാനും അന്നത്തെ കീഴാള ജനതയ്ക്ക് അനുവാദമില്ലായിരുന്നു. അവിടെയും അയ്യൻകാളി ഒരു ധീര സമര സാന്നിധ്യമായി. അടിമത്തത്തിന്റെ അടയാളം അറുത്തെറിയാൻ തന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് കല്ലുമാല സമരവും മാറുമറയ്ക്കൽ സമരവും നടന്നു. നീതിയായി 1905 അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഉപജാതികൾക്കു അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ. കൈകളെ നെൽക്കതിരുകൊയ്യും കൈകളെ ചെറുത്തുനിൽപ്പിൻ കൈകളാക്കിയതാരുടെ വരവോ. മാർമറച്ചാൽ മാറരിയും ജാതി മേലാളർക്കു നേരെ മാർമറച്ചു നിവർന്നു നിർത്തിയതാരുടെ
സാമൂഹിക പരിഷ്കർത്താവ് തിന്താരേ തിന്താതക തിന്തിത്ത കൈസൻ കിഡ്സ് അവതരിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി ഒരു ചിത്രീകരണം ഇവിടെ സമാപിക്കുന്നു. കയ്യിൽ കൊടുക്കോ.